കുസുമം ഇതെങ്ങോട്ടാടി? എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഡോക്ടറെ കാണാനാണോ അതോ അമ്പലത്തിലേക്കാണോ? ഇന്ന് ഡോക്ടറെ കാണാൻ. എന്നാ രണ്ടാളും കേറിക്കോ, ഞാൻ ടൗണിലേക്കാ. കുസുമം നീയും കേറിക്കോടി. അപൂർവന്റെ വീട്ടിൽ കൂട്ടക്കൊല അറിഞ്ഞില്ലയോ? അപൂർവന്റെ വീട്ടിൽ കൂട്ടക്കൊല. നമസ്കാരം. അപൂർവൻ പറയേ, ഈ കടക്കണ കൂട്ടക്കൊലന്റെ ആള് ഞാനാണ്. വാഴ കൊലച്ചു തന്നു, അതാ കൂട്ടക്കൊല. കൊച്ചമ്മന്റെ നെറുകയിൽ തൊട്ട് സത്യം പറയണേ, ഇതൊക്കെ വെറും തമാശ പരിപാടികളാണ്. പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ളത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ് പറയണേ. വാഴകർഷകർക്ക് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, ഇതുകൊണ്ടുള്ള മെച്ചം? ഇപ്പൊ പഴയ പോലെ തൊടിയും പറമ്പും ഒന്നുമില്ലല്ലോ വാഴ വെക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ മന്തക്കാട് തന്നെ കൃഷ്ണമൂത്താനുണ്ട്, മാണിക്യമൂത്താനുണ്ട്. കൃഷ്ണമൂത്താന് ഇടവും പറമ്പും വെള്ളവും വെളിച്ചേക്കുള്ളതുകൊണ്ട് മൂപ്പര് 100 ഏത്ത വാഴ വെച്ചിട്ടുണ്ട്. മാണിക്യമൂത്താന് കാശ് പണുണ്ടെങ്കിലും ഫ്ലാറ്റ് ആണ്, പക്ഷെ മൂപ്പർക്കും വെക്കാൻ വാഴ. മൂപ്പര് 100 വെക്കുമ്പോ മറ്റേ മൂപ്പര് 20 വെച്ചാൽ മതി. ഒന്നിൽ 5 വെച്ചിട്ട് മൂപ്പർക്കും കിട്ടും 100 കൊലേ. കണക്കല്ല ശരിയാ പറയാൻ വിടറാ. ബാക്കിയൊക്കെ എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ തന്നെ എഴുതി പൊലിപ്പിച്ചോ. ഓ വാഴ വരെ 5 കൊലത്തി, എന്നിട്ട് നടക്കുകയാണായിട്ട്. നടന്നോ എന്നാ പോട്ടെ. ശരി പ്രസിഡന്റ്. കാണാം. മടുത്തു അപ്പേട്ട, ജീവിതം മടുത്തു. എന്താണ്ടാ ഒരു വാഴയിൽ 5 കൊല്ലം ഉണ്ടാക്കാൻ എന്റെ കാര്യം നിസ്സാരമായിട്ട് ചെയ്തു തരാൻ പറ്റൂല. എന്താ നിനക്ക് കൊല വേണോ? കൊല വേണ്ട, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണും, അതിന് ഞങ്ങൾ സഹായിക്കില്ലേ? ബിജുക്കുട്ടൻ കണ്ടമാനം അങ്ങോട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേണ്ടാത്തതേ പറയൂ. ബിജുക്കുട്ടാ, വലിയ വലിയ ആളുകൾ പറയണ കേട്ടിട്ടില്ലേ, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്ന്. നിനക്കിപ്പോ വേണ്ടത് കുഞ്ഞിക്കാല് കാണാൻ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റോ? എങ്ങനെ? എവിടെ? എവിടെ ചോദിച്ചാ കേട് വാഴയുടെ ചോട്ടിലാണ്, പക്ഷെ ട്രീറ്റ്മെന്റ് വേണ്ടത് മണ്ടക്കാണ്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതി അലോപ്പതി ഒന്നുമല്ല, പിന്നെ നാച്ചുറോപ്പതിയാ പറയണേ. നിങ്ങളെ ചില കാര്യങ്ങൾ കണ്ടാ ചെറുതാ തോന്നുന്നല്ലേ, പക്ഷെ അതിനകത്ത് വലിയ വലിയ സംഗതികൾ ഒളിച്ചിരിപ്പുണ്ടേ. അതെ, ഒരു ചെറിയ വിത്തിനകത്ത് ഒരു വലിയ പൂമര ഒളിച്ചിരിക്കണ്ട് പറയാണേ. അപ്പങ്ങളെ അതുപോലെ ഓരോ പൂമരത്തിലും പൊട്ടി മുളയ്ക്കാൻ വെമ്പിൽ കൊള്ളുന്ന ഒരുപാട് വിത്തുകൾ ഒളിച്ചിരിക്കുന്നു. വേണ്ട, ഈ മഹാഭാരതത്തിലൊരു പാർട്ടി ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? വാത്മീകി. മൂപ്പർക്ക് കുട്ടികളുണ്ടായിരുന്നില്ലല്ലേ? അല്ല, പുള്ളിങ്ങൊരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? മൺപുറ്റിൽ നിന്ന് വാത്മീകി പുറത്തേക്ക് വന്നു. ഓ, 3ാം ക്ലാസ്സിൽ ഇവിടെ മാഷ് പഠിപ്പിച്ചല്ലേ? അതാ പറയണേ, ഓരോ കണ്ടുപിടുത്തിന്റെ പുറകിലും നമ്മുടെ മഹാഭാരതം ഉണ്ടെന്ന്. അല്ലടാ അപ്പു? ഓ, ഓടളക്കി മാറ്റണം. സൂര്യ വെളിച്ചം ദേഹത്ത് കൊള്ളാൻ വേണ്ടിട്ടാണ്. പിന്നെ മോന്തിക്കും പെൽച്ചിക്കും നല്ലോണം നനച്ചു കൊടുക്കണം. അപ്പൊ ഭക്ഷണം ഞങ്ങൾ കുടിച്ചിട്ട് വീട്ടിൽ പോയി. അല്ല ചേട്ടന്, മൂപ്പർക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി. ഒരു അണ്ടാല് താഴെ വെച്ചിട്ട് ഒരു കപ്പത്തണ്ട് കൊടുത്താൽ മൂപ്പരത്തിന് വലിച്ചു കുടിച്ചു. പിന്നെ രാത്രി കതവ് പുറത്തുനിന്ന് പൂട്ടണം. പെങ്ങൾ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ ചിറ്റി തിരിയാൻ നിൽക്കരുത്. മൂപ്പര് പിറ്റി പൊളിച്ച് പുറത്തു വന്നാൽ പിന്നെ വൈദ്യം മുഴുവൻ പോക്കാണ്. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടായില്ലെങ്കിൽ എന്താ, മോൾ ഭാഗം പൊട്ടിച്ചെടുത്താ ചട്ടിയായിട്ട് ഉപയോഗിക്കാലോ. ഞാനിവിടെ നിന്നാലാ എന്തിന്? കൈ സഹായാവില്ല. പിന്നെ ഇത്രയും ചെളി പൊത്തിയത് വാടക കൊണ്ട് വേണ്ടടാ തൂമേ. പോട്ട് വരാ പെങ്ങളെ, സഹായിക്കാന്ന് വെച്ചാ. ചേട്ടാ വിഷമിക്കണ്ട, ഒന്നുമില്ല. വേഗം പുറപ്പെടുന്നീയേ. ദേവരണ്ട 2 കപ്പ് വെള്ളം ഒഴിച്ചോട്ടെ. ദേവരന് അന്ന് നിന്റെ ചുണ്ടിത്ര ദേവാരട കഴിഞ്ഞടാ. സെക്കൻഡ് ഒന്ന് വേഗം വാ. ദേവരണ്ട ഇത്രക്ക് ധൃതിയാണ് നീ പോയേ. ചാടിയാണ് തേങ്ങയുടെ നമ്മുടെ അടുത്ത കളി. പാവം ബിജുക്കുട്ടന് ഇപ്പൊ
തണുത്ത് വറുത്ത് ചത്ത് കാണും. കരിനാ ഉളച്ചൊന്നും പറയണ്ട നീ. എടാ അപ്പൊ നിർത്ത് ഇത് നോക്കിയേ ദേ, എന്താ? ചെമ്പോത്ത് ഹായ്. ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസം. കൈയടിച്ചോ അപ്പൊ നോക്കിയടാ എന്താണ്ട് അവിടെ ഒരു കൂട്ടം കൂടുതൽ. സംശയിക്കണ്ട. എന്ത് ബിജുക്കുട്ടൻ നമ്മൾ വേണ്ടാത്തൊന്നും പറയണ്ടെന്ന്. നീ എവിടെ കണ്ട? ഞാൻ പോലീസിൽ പിടുത്തം കൊടുക്കാൻ പോകും. ആ ചെമ്പൂത്തിന് എവിടെ കണ്ടാലും ഞാൻ തല്ലിക്കൊല്ലും. ഭാഗ്യാണത്രേ. അപ്പോ അവസാനം അവൾക്ക് ഞാൻ ഒരു ജീവിതം കൊടുക്കേണ്ടി വരും. ഇന്ന് നമ്മുടെ ജീവിതമേ പോക്കാണ്. കുടുംബം പറഞ്ഞിട്ട് ഉടനെ പൊങ്ങളെ തുറക്കാം. തുറന്നു കൊല്ലൂരമ്മേ കാണാൻ പോയി. ബിജുക്കുട്ടൻ പൂത്തലഞ്ഞ് പുഷ്പണനായിരിക്കുന്നു. എടാ പൂ, നീ പറഞ്ഞത് ഓരോ വിത്തിലും ഓരോ പൂമര വിളിച്ചിരിക്കണമെന്നല്ലേ? പിന്നെ ഇവന്റെ വിത്തിൽ എവിടെ ഇത്ര പൂമര വിളിച്ചിരിക്കാൻ? അപ്പൊ വിത്തിന് കുഴപ്പമൊന്നുമില്ല. കേട്ടല്ലോ, വിത്തിന് ഒരു കേടില്ലേ. ഈ വേണ്ടാത്ത കള്ളും വെള്ളമൊക്കെ മോന്തി കുടിച്ചിട്ട് വിത്തും കായും പൂവൊക്കെ കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ്. ബിജുക്കുട്ട സക്സസ് ആണ്. സക്സസ് ആണ്. അങ്ങനെ അപ്പോട്ടാ ഞങ്ങൾക്കൊരു മോനുണ്ടായി ഞങ്ങൾ അപൂർവൻ എന്ന് പേര് വിളിക്കും. അപ്പൊ മോളുണ്ടായാലോ? വേണ്ടടാ. അപ്പേടാ ഓ, എന്റെ അഭിപ്രായത്തില് പ്രകൃതിയെ നമ്മൾ അങ്ങോട്ട് മറക്കരുത്. അതാണ്. പെൺകുട്ടിയാണെങ്കിൽ ഞാൻ മഴമാൾ എന്ന് വിളിക്കും. ഇനി ആൺകുട്ടിയാണെങ്കിൽ വെയിൽനാഥാന്ന് വിളിക്കും. എന്ത് വേണമെങ്കിൽ വിളിച്ചോ, പക്ഷെ ഞാൻ പറഞ്ഞ വാല മറക്കണ്ട. വെള്ളത്തില് വേണ്ടട്ട കടി. അതും കൊള്ളാം. മഴമോളെ വേൽനാഥാ. അപ്പു അവര് വലിയ ഉത്സാഹത്തിലാ. വല്ലോ നടക്കുവോ? ഇത് ഒരു ട്രീറ്റ്മെന്റാ പറയണേ. ആത്മവിശ്വാസം ഉണ്ടാവാനുള്ള ട്രീറ്റ്മെന്റ്. ഇത്ര നാളും വിശ്വാസക്കേടായിരുന്നല്ലേ?